രാവിലെ ചക്കുളത്തുകാവ് പൊങ്കാലയ്ക്ക് പോവുകയാണ്. നിങ്ങളെല്ലാവരും വരണേ. നമ്മൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നാണ് തുടങ്ങാൻ പോണത്. അങ്ങനെ ഞാൻ രാവിലെ റെഡിയായി. എല്ലാവർക്കും ചക്കുളത്തുകാവിലേക്ക് സ്വാഗതം. അല്ല ക്ഷേത്രത്തിൽ നമ്മളൊന്നും ആരുമില്ലല്ല. അവിടെ കൊണ്ടുവയ്ക്കുക. അത്ര വയസ്സൊന്നും ആയില്ല. തൊഴിലിട്ട് പോയി ഒരു വണ്ടി കയറി ഇരുന്നതാണ് കേട്ടോ. 40 രൂപ. അങ്ങനെ ഞങ്ങൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ തൊഴുതിന് ശേഷം നേരെ ചക്കുളത്തുകാവിലെത്തി. രാവിലെ പൊങ്കാലയിടാൻ വന്നപ്പോൾ അവസ്ഥ കണ്ടല്ലോ. വെള്ളത്തിലാണ് കിടക്കുന്നത്. മൊത്തം മഴയും വെള്ളവുമായി ഞങ്ങൾ വെള്ളത്തിലായിപ്പോയി. ഇതിൽ ചവിട്ടുന്ന ഒരാളിനെ അടിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ ആയിപ്പോയി. അവൻ വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റില്ല. എല്ലാവർക്കും മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അന്നദാനത്തിനുള്ള സാധനങ്ങളുമായിട്ടൊക്കെയാണല്ലോ പോണത്. അവിടെ ചെന്ന് അന്നദാനം വയ്ക്കാൻ പിന്നെ ഞങ്ങൾ പോയടുത്ത് ഒരു വീട് നമുക്ക് എല്ലാ സൗകര്യവും ചെയ്തു തന്നു. അവരെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ടാർപ്പ കെട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾക്ക് അന്നദാനമൊക്കെ ഉണ്ടാക്കി. എന്നാലും പൊങ്കാല ഇടാൻ വേണ്ടി ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടും വിഷമമൊക്കെ ആയിരുന്നു. പിന്നെ എങ്ങനെയായാലും ദേവി 10 മണിയോടുകൂടി മഴയെല്ലാം നല്ല വണ്ണം തോർന്നു. പൊങ്കാലയ്ക്ക് സമയമായപ്പോഴത്തേക്ക് മഴ തോർന്നു. ഇത്രയും വെള്ളം കിടന്നെങ്കിൽ നല്ല രീതിയിൽ പൊങ്കാല ഇടാനൊക്കെ കഴിഞ്ഞു. പൊങ്കാലയും മണ്ടപ്പുറ്റൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. വെള്ളത്തിലും ഒക്കെ തന്നെയാണ് നിന്ന് എല്ലാവരും ചെയ്തതെങ്കിൽ എന്താണെന്നറിയില്ല. ദേവിയുടെ കടാക്ഷത്തിൽ ഞങ്ങൾക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു. ഞാൻ ഈ ക്ഷേത്ര നടയിൽ തൊഴുതോണ്ട് നിൽക്കുമ്പോൾ എടുത്ത കുറച്ച് വീഡിയോ ആണ് കേട്ടോ. തൊഴുതതെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കുളിച്ചാണ് നിന്ന് തലയിൽ കിടക്കുന്ന തോർത്ത് ഞാൻ പിഴിഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ നിന്നത്. എനിക്ക് അതിൽ ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അടിപൊളിയായിരുന്നു. ജലദോഷമോ ചുമയോ ഒന്നും വന്നില്ല. ഇഷ്ടംപോലെ നനഞ്ഞു. അങ്ങനെ സന്തോഷകരമായി തന്നെ പൊങ്കാലയൊക്കെ ഇട്ട് തീർന്നു. പൊങ്കാല എടുക്കാൻ കഴിയാത്തതിൻ്റെ വിഷമം മാത്രമേ ഉള്ളൂ. ചക്കുളത്ത് കാവും പൊങ്കാലയുടെ ഈ അവസ്ഥയുമൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്. പൊങ്കാല ഇടുന്നത് ഞാൻ എടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. എത്രയും പെട്ടെന്ന് ഒന്ന് പൊങ്കാല ഇട്ട് ഒന്ന് സേഫ് ആവണമെന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് മോർണിംഗ്.